വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ് നിങ്ങളെ പഠിക്കുന്നത്. ഓണപരീക്ഷ കഴിഞ്ഞു, ഇനി നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ളത് പഠിക്കാം കേട്ടോ. യൂണിറ്റ് 3-ലെ ടെൻഡർ ഷൂട്ട് എന്ന് പറയുന്ന പാഠം മുതലാണ് ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് കേട്ടോ. ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് എഴുതാറില്ല, അപ്പം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു ഇംഗ്ലീഷ് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇംഗ്ലീഷ് ഇടുന്നത്. എന്തെങ്കിലുമൊക്കെ പോരായ്മയുണ്ടെങ്കിലേ അങ്ങ് ക്ഷമിച്ചേക്കട്ടെ കേട്ടോ, കാരണം ഞാൻ ഇംഗ്ലീഷ് അങ്ങനെ എടുക്കാറില്ല. അപ്പം നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ കുഞ്ഞുങ്ങളെ. അപ്പം എന്താണ് ടെൻഡർ ഷൂട്ട് എന്നാണ് പാഠത്തിൻ്റെ പേര്. യൂണിറ്റ് 3 കേട്ടോ. അതിനകത്തിൽ ഇതാണ്ടേ ഒരു നേച്ചറിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കിക്കേ, ഒരു അച്ഛനും ഒരു മോളും നിൽക്കുന്നതായിട്ടാണ്. നോക്കിക്കേ, മഴവില്ലുണ്ട് കണ്ടോ. ഒരു പ്രകൃതിയുടെ ഒരു പടമാണ് തന്നിരിക്കുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? ടെസ്റ്റ് എടുത്ത് വെക്കണേ. നോക്കിക്കേ, വെൻ വി പ്ലാന്റ് എ ട്രീ വി പ്ലാന്റ് ഹോപ്പ്. ആ താഴെ എഴുതി വെച്ചേക്കുന്നുണ്ടോ? വെൻ വി പ്ലാന്റ് എ ട്രീ വി പ്ലാന്റ് ഹോപ്പ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നാം ഒരു മരം നടുമ്പോൾ അവിടെ ഒരു പ്രതീക്ഷ നടുന്നു എന്നാ പറയുന്നത്. ഇതാര് പറഞ്ഞതാണ്? വങ്കാരി മത്തായി എന്ന് പറയുന്ന ആളാണ് കേട്ടോ. വങ്കാരി മത്തായി. അദ്ദേഹമല്ല കേട്ടോ, ഒരു സ്ത്രീയായത്. നമ്മൾ പേര് കേൾക്കും, മത്തായി എന്ന് കേൾക്കുമ്പോഴേ പെണ്ണാന്ന് വിചാരിക്കല്ലേ. വങ്കാരി മത്തായി എന്ന് വെച്ചാൽ ഒരു പെണ്ണാണ്. അപ്പോൾ അവർ പറയുന്നത് നമ്മളൊരു ചെടി അല്ലെങ്കിൽ ഒരു മരം നടുമ്പോൾ, ചെടി അല്ല മരം നടുമ്പോൾ അവിടെ ഒരു പ്രതീക്ഷയാണ് നമ്മൾ നടുന്നു എന്നാണ് പറയുന്നത്. ആരാ നിങ്ങളെ ഈ വങ്കാരി മത്തായി? അതായത് കെനിയയിൽ നിന്നുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകയും രാഷ്ട്രീയ സന്നദ്ധ പ്രവർത്തകയുമാണ് ഈ നോബൽ സമ്മാന ജേതാവായ വങ്കാരി മത്തായി കേട്ടോ. പരിസ്ഥിതി പരിപാലനത്തിനായിട്ട് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും ഗ്രീൻ ബെൽറ്റ് എന്ന പേരിൽ അതിനെ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് വളർത്തിയെടുക്കുകയും ചെയ്ത പരിസ്ഥിതി പ്രവർത്തകയാണ് നമ്മുടെ പ്രൊഫസർ വങ്കാരി മത്തായി. സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് ഈ സ്ത്രീ. ആരാണ്? വങ്കാരി മത്തായി. എങ്ങനെയുണ്ട്? കൊള്ളാം. അതായത് ഒരു കെനിയക്കാരി കേട്ടോ. കെനിയയിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകയും രാഷ്ട്രീയ സന്നദ്ധ ആയിരുന്നു നോബൽ സമ്മാന ജേതാവായ വങ്കാരി മത്തായി കേട്ടല്ലോ. പരിസ്ഥിതി ഉണ്ടല്ലോ, നമ്മുടെ നേച്ചർ. അപ്പം അതിൻ്റെ പടം കൊടുത്തേക്കുന്നത്. ഈ പരിസ്ഥിതിയുടെ പരിപാലനത്തിനായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും അവർക്ക് ഗ്രീൻ ബെൽറ്റ് എന്ന പേരിൽ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് അതിനെ അങ്ങ് വളർത്തിയെടുക്കുകയും ചെയ്ത ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ് ആരാ നിങ്ങളെ? ഈ വങ്കാരി മത്തായി. എന്നാലോ അവർക്ക് എന്താ സമാധാനത്തിനുള്ള അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ആഫ്രിക്കൻ വനിതയാണ്, കെനിയയിലാണ്. സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് ഇവർ കേട്ടോ. പിന്നെ മനുഷ്യാവകാശ പ്രവർത്തക, ജനാധിപത്യ പോരാളി, അഴിമതി വിരുദ്ധ പ്രചാരക, സ്ത്രീപക്ഷവാദി, രാഷ്ട്രീയ നേതാവ്, പരിസ്ഥിതി പ്രവർത്തക എന്നീ നിലയിലൊക്കെ ഇവർ പ്രശസ്തയായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കാര്യത്തിൽ പ്രശസ്തയായ ഒരു വ്യക്തിയാണ് ആരാ? ഈ വങ്കാരി മത്തായി. പക്ഷെ എന്താണെന്നറിയോ, വേൾഡ് ഫ്യൂച്ചർ കൗൺസിലിലെ പ്രത്യേക കൗൺസിലറുമായിരുന്നു. 2011 സെപ്റ്റംബർ 25 ഒരു അണ്ഡാശയത്തിൽ അർബുദം മൂലം ഇവർ മരിക്കുന്നതാണ്. അണ്ഡാശയത്തിൽ അർബുദം വന്ന് മരിക്കുന്നതാണ് കേട്ടോ 2011. അപ്പം നമ്മൾ ഈ വങ്കാരി മത്തായിയെ കുറിച്ചാണ് പറഞ്ഞത്. അവർ പറയുന്നത് എന്താവും നിങ്ങളെ? വെൻ വി പ്ലാന്റ് എ ട്രീ വി പ്ലാന്റ് ഹോപ്പ്. നമ്മൾ ഒരു മരം നടുമ്പോൾ അവിടെ ഒരു പ്രതീക്ഷയാണ് നമ്മൾ നട്ടു വളർത്തുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? അത്രയും ഫസ്റ്റ് ഈ ഒരു പേജ് ഓക്കെ ആണോ? ടെൻഡർ ഷൂട്ട് എന്നാണ്. ടെൻഡർ ഷൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഇളം നാമ്പുകൾ നമ്മൾ എന്തെങ്കിലും നട്ട് വരുമ്പോഴേ അതിൻ്റെ ആ നാമ്പ് കിളിച്ച് വരത്തില്ലേ? കറക്റ്റ് അതാണ് ടെൻഡർ ഷൂട്ടിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഈ പേജ് ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ നിങ്ങളെ? അതായത് ഇളം നാമ്പുകൾ എന്ന പേരുള്ള 3ാമത്തെ യൂണിറ്റിൽ മനുഷ്യൻ പ്രകൃതിക്ക് ചെയ്യുന്ന നാശങ്ങൾ മൂലമുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു അല്ലേ. ഈ യൂണിറ്റിൽ 2 കവിതകളും, നമ്മൾ ഈ പഠിക്കുന്ന യൂണിറ്റിനകത്തിൽ 2 കവിതകളുമുണ്ട്, 2 പത്രക്കുറിപ്പുകളുണ്ട്, ഒരു ഖണ്ഡികയും ഒരു കഥയും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു വിത്ത് കിളിർത്ത് അതിൻ്റെ ഇളം നാമ്പുകൾ വിടർത്തി വലിയ മരമായിട്ട് മാറി നമുക്കത് തണൽ തരുന്നത് പോലെ ഇതിലെ ചില പാഠഭാഗങ്ങളും അതുപോലെയാണ്. നമ്മുടെ മനസ്സിൽ പ്രകൃതി സ്നേഹത്തിൻ്റെ വിത്തുകൾ പാകുന്നു എന്നാണ് പറയുന്നത്
കേട്ടോ നിങ്ങൾ. ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, എന്താണ് ഈ സംഭവം, എന്താണ് ഈ ടെൻഡർ ഷൂട്ട് എന്നൊക്കെ വെച്ചാൽ എന്താണെന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. അപ്പം നോക്കിക്കേ, അടുത്തത് ഒരു പിക്ചറാണ് കേട്ടോ. കണ്ടോ, ഒരു കൊച്ച്, ഇതൊരു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. നോക്കിക്കേ, അതിനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. നമ്മുടെ എല്ലാം പരിപാടി ഇതൊക്കെ തന്നെ അല്ലേ, പുസ്തകത്തിനകത്തിൽ ഇങ്ങനെയൊക്കെ വരച്ചു വെക്കുന്നു. അത് പോട്ടെ, നോക്കിക്കേ, ആ കൊച്ച് ഒരു നല്ലൊരു ഗാർഡനാണ് അല്ലേ, അതിനകത്തേക്കൂടി ഇങ്ങനെ നടന്നു വരുന്നത്. വാട്ട് യു സീ ഇൻ ദ പിക്ചർ? What do you see in the picture? How do you feel? Can we think of nature as our friend? Why? കേട്ടോ, ഞാൻ അതിൻ്റെ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം, വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഹൗ ഡു യു ഫീൽ? ക്യാൻ വി തിങ്ക് ഓഫ് നേച്ചർ ആസ് അവർ ഫ്രണ്ട്? വൈ? ചിത്രത്തിൽ നിങ്ങൾ എന്ത് കാണുന്നു? നിങ്ങൾക്ക് എന്താണ് ആ ചിത്രത്തിൽ തോന്നുന്നത്? പ്രകൃതിയെ നമുക്ക് സുഹൃത്തായി കരുതാമോ? എന്തുകൊണ്ടാണ് എന്നാണ് തന്നിരിക്കുന്ന ചോദ്യം. കാണുന്നുണ്ടോ നിങ്ങളെ? അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ എഴുതാം? ഹിയർ ദ ബോയ് ഈസ് വെരി ഹാപ്പി. ഇവിടെ നോക്കിക്കേ, ആ ബോയ് എന്താണ്? വളരെ ഹാപ്പിയാണ് അല്ലേ. ഹിയർ ദ ബോയ് ഈസ് വെരി ഹാപ്പി ആൻഡ് ഈസ് സിംഗിങ് എ സോങ്. അവൻ എന്താ പാട്ടും പാടിയൊക്കെയാണ് വരുന്നത്. അവിടെ തന്നെ അതിൻ്റെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ, അവൻ പാട്ടും പാടി ഹാപ്പി ആയിട്ടാണ് വരുന്നത് അല്ലേ. ചിത്രം കണ്ടോ നിങ്ങളെ? എന്നാലോ നേച്ചർ ഈസ് അവർ ഫ്രണ്ട് ആണല്ലോ. ഇവിടെ ഒരു കുട്ടി സന്തോഷവാനായി ഒരു പാട്ട് പാടുന്നുണ്ട്. നേച്ചർ ഈസ് അവർ ഫ്രണ്ട്, പ്രകൃതി നമ്മുടെ കൂട്ടുകാരാണ് അല്ലേ, സുഹൃത്താണ് ആണല്ലോ. നേച്ചർ ഗീവ് അസ് എവരിതിങ് വി നീഡ് ടു ലിവ്. നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം നൽകുന്നത് ആരാണ്? നമ്മുടെ പ്രകൃതിയാണ് അല്ലേ. ആണോ കുഞ്ഞുങ്ങളെ? അപ്പം നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നിങ്ങൾ എഴുതിയെടുക്കണേ. ഹിയർ ദ ബോയ് ഈസ് വെരി ഹാപ്പി ആൻഡ് ഈസ് സിംഗിങ് എ സോങ്. നേച്ചർ ഈസ് അവർ ഫ്രണ്ട്. നേച്ചർ ഗീവ്സ് അസ് എവരിത്തിങ് വി നീഡ് ടു ലിവ്. ഞാൻ എല്ലാത്തിൻ്റെയും ഇംഗ്ലീഷും മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്കിത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി. ഇവിടെ ഒരു കുട്ടി സന്തോഷവാനായിട്ട് ഒരു പാട്ട് പാടുന്നു. പ്രകൃതി നമ്മുടെ സുഹൃത്താണ്. നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം നൽകുന്നത് നമ്മുടെ പ്രകൃതിയാണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇത് ഇത്ര ഓക്കെ ആണോ? ഇനി നോക്കിക്കേ, ഒരു പാട്ട് തന്നിട്ടുണ്ട് കണ്ടോ. കൊച്ച പാട്ട് പാടിക്കൊണ്ട് വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കാരണം നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയണ്ടേ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ വരെയും എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ എഴുതുന്നതെന്ന് ചിലവർ വേണേൽ ചോദിക്കും, ഇതെന്തോ അംഗനവാടിയോ പ്ലേ സ്കൂളോ. പക്ഷേ എൻ്റെ കുട്ടികൾക്ക് ഒരു വാക്ക് കേട്ടാൽ എൻ്റെ സബ്സ്ക്രൈബർക്ക് അത് അറിയണം കേട്ടോ. നമ്മുടെ ബീനാസ് ലേണിംഗ് ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ട് ഉപകാരം നിങ്ങളെ എല്ലാം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടായില്ല. നമ്മൾ ഓരോ വാക്കും എന്താണ്, കാരണം നമ്മൾ ഇപ്പോൾ പഠിക്കുന്നതൊക്കെയാണ് ഭാവിയിൽ നമുക്ക് ഉപകരിക്കുന്നത്. നോക്കൂ, ഒന്നിനെയും നിസ്സാരമായിട്ട് കരുതരുത് കേട്ടോ. നോക്കിക്കേ, നമുക്ക് ആ പാട്ട് നോക്കാം. ഓ ലിറ്റിൽ ബട്ടർഫ്ലൈ, ഇവിടെ നമ്മുടെ ടെസ്റ്റ് എടുത്ത് നോക്കണേ. ഓ ലിറ്റിൽ ബട്ടർഫ്ലൈ കംസ് ആൻഡ് പ്ലേ വിത്ത് മീ. ദ ഡേ ഈസ് ബ്രൈറ്റ്, ദ സ്കൈ ഈസ് ബ്ലൂ, കം ആൻഡ് സിങ് വിത്ത് മീ. 4 പേര് നോക്കാം. നോക്കിക്കേ, ഓ ലിറ്റിൽ ബട്ടർഫ്ലൈ, അല്ലയോ എൻ്റെ കുഞ്ഞു പൂമ്പാറ്റേ. ലിറ്റിൽ എന്ന് വെച്ചാൽ ചെറിയ പൂമ്പാറ്റ ഉണ്ടല്ലോ, കുഞ്ഞു പൂമ്പാറ്റ. ഓ എന്ന് വെച്ചാൽ അല്ലയോ എന്ന്, ഓ എന്നൊക്കെ നമ്മൾ പറയില്ലേ, കുഞ്ഞു പൂമ്പാറ്റേ. ലിറ്റിൽ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈയുടെ സ്പെല്ലിങ് പഠിക്കണേ. ഈ ഞാൻ പറയുന്നതോടൊപ്പം തന്നെ സ്പെല്ലിങ് പഠിച്ചു പോകണം കേട്ടോ. ലിറ്റിൽ ബട്ടർഫ്ലൈ, എൻ്റെ ചെറിയ പൂമ്പാറ്റേ. കം ആൻഡ് പ്ലേ വിത്ത് മീ, വാ എന്നോടൊപ്പം നീ കളിക്കാൻ വാ അല്ലേ. കം ആൻഡ് പ്ലേ വിത്ത് മീ, എന്നോടൊത്ത് നീ കളിക്കാൻ വാ. ദ ഡേ ഈസ് ബ്രൈറ്റ്, ദ സ്കൈ ഈസ് ബ്ലൂ, കം ആൻഡ് സിങ് വിത്ത് മീ. ദ ഡേ ഈസ് ബ്രൈറ്റ്, തെളിഞ്ഞ പകല്, ഡേ അല്ലേ. ദ ഡേ ഈസ് ബ്രൈറ്റ്, ദ സ്കൈ ഈസ് ബ്ലൂ. ആകാശം ഏതാണ്? നീല കളറിലാണ് അല്ലേ. ദ സ്കൈ ഈസ് ബ്ലൂ. കം ആൻഡ് സിങ് വിത്ത് മീ, നീ എന്നോടൊപ്പം പാടാൻ വാ അല്ലേ. സിംഗ് അല്ലേ, പാടാൻ വരൂ, എന്നോടൊപ്പം പാടാൻ വരൂ. 4 വരി ഓക്കെ ആണോ നിങ്ങളെ? ഓ ലിറ്റിൽ ബട്ടർഫ്ലൈ കം ആൻഡ് പ്ലേ വിത്ത് മീ. എൻ്റെ കുഞ്ഞു പൂമ്പാറ്റേ, അല്ലയോ കുഞ്ഞു പൂമ്പാറ്റേ, നീ എന്നോടൊപ്പം കളിക്കാൻ വാ. ദ ഡേ ഈസ് ബ്രൈറ്റ്. നോക്കിയേ, പകല് നല്ലപോലെ പകല് നല്ല തെളിഞ്ഞിരിക്കുക അല്ലേ, ബ്രൈറ്റ് ആയിട്ടിരിക്കുക. ആകാശം നല്ല നീല നിറത്തിൽ കിടക്കുകയാണ് അല്ലേ, നീല നിറത്തിലാണ്. നീ എന്നോടൊപ്പം പാടാൻ വാ. സിംഗ് എന്ന് വെച്ചാൽ നിങ്ങളെ പാടാൻ വാ. 4 വരി ഓക്കെ ആണോ? അടുത്ത 4 വരി നോക്കിയേ. ഹേ ലിറ്റിൽ ഗ്രാസ് ഹോപ്പർ. അടുത്ത 4 വരിയാണ്. ഹേ ലിറ്റിൽ ഗ്രാസ് ഹോപ്പർ കം ആൻഡ് ഡാൻസ് വിത്ത് മീ. ഫ്രണ്ട്സ് വി ഹാവ് ആൾ അറൗണ്ട്, നെവർ ഫീൽ അഫ്രൈഡ്.
എന്താ കുഞ്ഞുങ്ങളെ? ഹേ ലിറ്റിൽ ഗ്രാസ് ഹോപ്പർ. ഗ്രാസ് ഹോപ്പർ എന്ന് വെച്ചാൽ എന്താ? പുൽച്ചാടി അല്ലേ? എൻ്റെ മറ്റേതേതാ? ലിറ്റിൽ ബട്ടർഫ്ലൈ ആണ് വിളിച്ചത്. ഇവിടെ ലിറ്റിൽ ഗ്രാസ് ഹോപ്പറിനെയാണ്. കം ആൻഡ് ഡാൻസ് വിത്ത് മീ. ബട്ടർഫ്ലൈയോട് ചോദിച്ചാൽ എന്താ? നീ എൻ്റെ കൂടെ കളിക്കാൻ വാ. എന്നാൽ ഗ്രാസ് ഹോപ്പറിനോട് പറഞ്ഞതോ? നീ എന്നോട് ഡാൻസ് കളിക്കാൻ വാ. ഡാൻസ് വിത്ത് മീ, എന്നോടൊപ്പം നൃത്തം ചെയ്യാൻ വരൂ. ഫ്രണ്ട്സ് വി ഹാവ് ആൾ അറൗണ്ട്, നെവർ ഫീൽ അഫ്രൈഡ്. നമുക്ക് ചുറ്റും ആരൊക്കെയുണ്ട്? ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? ചുറ്റും കൂട്ടുകാരുണ്ടല്ലോ. അപ്പോൾ എന്താ? നെവർ ഫീൽ അഫ്രൈഡ്. നീ അഫ്രൈഡ് എന്ന് വെച്ചാൽ പേടിയെന്നാ കേട്ടോ. അഫ്രൈഡ്, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നിനക്ക് പേടി ഒന്നും തോന്നണ്ട എന്നാണ് ഗ്രാസ് ഹോപ്പറിനോട് പറയുന്നത് കേട്ടോ നിങ്ങളെ. അപ്പോൾ ആ 8 വരിയുടെ മലയാളവും ഇംഗ്ലീഷും അർത്ഥമൊക്കെ അറിയണേ കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ അത്രയും ഓക്കെ ആണോ നിങ്ങളെ? ആ 8 വരി ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വാരി വലിച്ചൊന്നും പറയുന്നില്ല. ആ പാട്ടിൻ്റെ മലയാളം പഠിക്കുക. സിംഗ് ദ സോങ് എലോങ് വിത്ത് യുവർ ടീച്ചർ കേട്ടോ. ഇനി ഹിയർ ഈസ് എ പോയം ദാറ്റ് ഷോസ് ഹൗ നേച്ചർ ഈസ് എ ഗുഡ് കമ്പാനിയൻ ആൻഡ് ഗാർഡിയൻ അല്ലേ? അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അതിനകത്തിൽ വലുതായിട്ടൊന്നുമില്ല. റഫായിട്ട് ആ പാട്ടൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇതെന്താ? നിങ്ങളുടെ പ്രകൃതിക്ക് ഒരു നല്ല കൂട്ടാളിയും രക്ഷകർത്താവുമാണെന്ന് വിളിച്ചോതുന്ന ഒരു പാട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഹീസ് എ പോയം ഷോ ദ നേച്ചർ ഈസ് എ ഗുഡ് കമ്പാനിയൻ. കമ്പാനിയൻ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? കമ്പാനിയൻ ഇവിടെ ആരാ കമ്പാനിയൻ? നല്ല കൂട്ടാളിയാണ് അല്ലേ? നല്ല ഒരു കൂട്ടാളിയാണ്. എന്തിനേയും കൊള്ളിക്കാൻ പറ്റുന്ന അല്ലേ? അതുപോലെ തന്നെ നല്ലൊരു ഗാർഡിയനാണ്. ഗാർഡിയൻ, രക്ഷകർത്താവ്. ഞാൻ ഈ പറയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓരോ വാക്കുകളും കേട്ടോ, ഞാൻ സത്യം പറഞ്ഞാൽ ഈ 2ലെയും 3ലെയും ഒക്കെ പഠിപ്പിക്കുന്ന പോലാന്ന് തോന്നുന്നു നിങ്ങളെ പഠിപ്പിക്കുന്നത്. കാരണം ഓരോ വാക്കുകളും നിങ്ങൾക്ക് ഇത് ഇങ്ങനെ പഠിച്ചെങ്കിലേ നിങ്ങൾക്ക് ഭാവിയിൽ എന്താ ഓരോ വാക്കുകളുടെ ഒരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ, കേരള സിലബസിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എന്താ, ടെസ്റ്റിലെ ചിലപ്പം അതുപോലെ പഠിച്ചിട്ട് പോയോണ്ട് ഒരു കാര്യമില്ല. സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ എഴുതാൻ അറിയണം കേട്ടോ. അതാ കുഞ്ഞുങ്ങളെ അതിൻ്റെ പ്രത്യേകത. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ അറിയണം. പക്ഷേ CBSEക്ക് എന്താണ്? ഓൾറെഡി ടെസ്റ്റിൽ തരുന്നതൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. പക്ഷേ നിങ്ങളുടെ പ്രത്യേകത എന്താ? കേരള സിലബസിന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എഴുതാനും വായിക്കാനും ഒക്കെ അറിയണം. അപ്പോൾ അത് അറിയണമെങ്കിൽ നിങ്ങളെന്താ ഇപ്പോൾ 5ാം ക്ലാസ് ആയതുകൊണ്ട് നിങ്ങളിത് ഇപ്പോഴേ തയ്യാറെടുക്കണം കേട്ടോ. കുഞ്ഞുങ്ങളെ, അവസാനം ഇപ്പോൾ 9ലും 10ലും ആയിട്ട് അങ്ങ് പഠിക്കാമെന്നൊന്നും ആരും വിചാരിക്കരുത്. ചെറുപ്പത്തിലേ നമ്മൾ ഓരോന്നും പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ നിങ്ങളെ? അത്ര ഓക്കെ ആണോ? അപ്പം നമുക്കിനി 3 എടുക്കാം. 3 എന്ന് വെച്ചാൽ എന്താണ്? ചന്ദ്രൻ അല്ലെങ്കിൽ അമ്പിളി അമ്മാവൻ. അതൊക്കെയാണോ? ഈ പാഠം എഴുതിയത് ആരാണ്? എന്താ? റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്ന് പറയുന്ന ഒരാളാണ്. 3 പേര് പറഞ്ഞുകൊണ്ട് അത് 3 അല്ല കേട്ടോ. ഒരാളുടെ ഫുൾ നെയിമാണ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. അദ്ദേഹം ആരാവും നിങ്ങളെ? അതായത് നമ്മുടെ പ്രശസ്ത സ്കോട്ടിഷ് കവി റോബർട്ട് ലൂയിസ് സ്റ്റീവൻസന്റെ ഒരു കവിതയാണ് ദ മൂൺ കേട്ടോ. നമ്മളീ പഠിക്കുന്ന ദ മൂൺ കവിതയിൽ അദ്ദേഹം ചന്ദ്രനെ ഒരു സ്ത്രീയായിട്ട് ചിത്രീകരിക്കുകയും നമ്മുടെ മൂണിനെ ഒരു സ്ത്രീയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് തൻ്റെ പ്രകാശത്താൽ ഭൂമിയിലുള്ള എല്ലാത്തിനെയും മനോഹരമാക്കുന്നതെന്ന് പറയുന്നുണ്ട്. കൂടാതെ രാത്രിയുടെ മനോഹാരിതയിലേക്കും അദ്ദേഹം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പ്രകൃതിയിൽ ഒളിഞ്ഞിരിക്കുന്ന സൗന്ദര്യങ്ങൾ കാണാൻ ഈ കവിത നമുക്ക് പ്രചോദനം നൽകുന്നു. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ ഈ പാട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതും ഞാൻ അതിൻ്റെ നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ടെസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ മലയാളം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നമുക്കൊരു പാട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം അർത്ഥം അറിയണ്ടേ കുഞ്ഞുങ്ങളെ? ഇല്ലയോ? ഇല്ലെങ്കിൽ നമുക്ക് ആ പാട്ട് എന്തുവാന്ന് പോലും അറിയത്തില്ല അല്ലേ? ഇപ്പോൾ മൂണിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? നിലാവ് തരുന്ന ഒരാളാണ് മൂണ് ഇല്ലയോ? അതറിയാമല്ലോ. രാത്രിയിലൊക്കെ നിലാവുണ്ടെങ്കിൽ നമുക്ക് വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കാം. അത് അല്ലാത്ത ദിവസങ്ങളിലോ വലിയ പാടാ ഇല്ലയോ? അപ്പം നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. നോക്കിയോ നിങ്ങളെ? ദ മൂൺ ഹാസ്, ഞാൻ ആദ്യത്തെ 4 വരി വായിക്കാമേ. ദ മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് ദ ക്ലോക്ക് ഇൻ ദി ഹാൾ. ഷീ ഷൈൻസ്. ഷീ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഈ മൂൺ ഒരു പെണ്ണാന്ന് അല്ലേ? സ്ത്രീയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ഷീ എന്ന് പറയുന്നത് കേട്ടോ. ഷീ ഷൈൻസ് ഓൺ ടീസ് ഓൺ ദ ഗാർഡൻ വാൾ, on streets and field and harbor quays, QUA at a quays, and the bird is asleep in the fork of the trees. 4 വരി കണ്ടോ? ഇതിനകത്തിൽ 1-2 വാക്ക് ഒരു ഇച്ചിരി കട്ടിയാ. എന്താവും നിങ്ങളെ? ദ മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് ദ ക്ലോക്ക് ഇൻ ദ ഹാൾ എന്ന് വെച്ചാൽ എന്താ? അതെ, അമ്പിളിമാമൻ ഉണ്ടല്ലോ ഹാളിലെ ഘടികാരത്തെ പോലെ ഒരു മുഖമാണെന്ന്.
എന്താ കുഞ്ഞുങ്ങളെ, അമ്പിളിയമ്മാവൻ എന്താണ് നമ്മുടെ ക്ലോക്കില്ലേ, നമ്മുടെ ഹാളിൽ വെച്ചിരിക്കുന്ന ക്ലോക്കില്ലയോ കുഞ്ഞുങ്ങളെ, അമ്പിളിമാമന് ഹാളിലെ നമ്മുടെ ക്ലോക്കിലെ പോലെ ഒരു മുഖം അല്ലേ, വട്ടമുഖം, വട്ടത്തിലുള്ള ക്ലോക്ക് ആയതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് കേട്ടോ. ഇപ്പം ഏത് തരത്തിലുള്ള ക്ലോക്കും എല്ലാവരുടെയും മുറിയിലിരിപ്പുണ്ട്. ഇത് പഴയ ഒരു പാട്ടല്ലേ, അപ്പം എപ്പോഴും വട്ടത്തിൽ, നമ്മുടെ അമ്പിളിയമ്മാവൻ വട്ടത്തിലല്ലേ. അപ്പം നിങ്ങളൊരു ചോദ്യം ചോദിക്കും, വട്ടത്തിലല്ലാതെയും ആകാശത്ത് കാണത്തില്ലയോ? ഉണ്ട് കേട്ടോ, നമുക്ക് കഥയിൽ ചോദ്യം പാടില്ലല്ലോ. അമ്പിളിമാമനുണ്ടല്ലോ ഹാളിലെ ഘടികാരത്തെ പോലൊരു മുഖമാണ് അല്ലേ. പിന്നെന്താ കുഞ്ഞുങ്ങളെ, ഷീ ഷൈൻ ഓൺ തീവ്സ് ഓൺ ദ ഗാർഡൻ വാൾസ്, ഓൺ സ്ട്രീറ്റ് ആൻഡ് ഫീൽഡ് ആൻഡ് ഹാർബർ കോയ്സ് ആൻഡ് ബേർഡീസ് അസ്ലീപ്പ് ഇൻ ദ ഫോർക്ക് ഓഫ് ദ ട്രീസ്. എന്ന് വെച്ചാൽ നമ്മുടെ പൂന്തോട്ടങ്ങളുടെ മതിലുകൾ ചാടുന്ന കള്ളന്മാരെ നോക്കിയും, നമ്മുടെ വീടിൻ്റെ പൂന്തോട്ടത്തിൻ്റെ മതിലുകൾ ചാടുന്ന കള്ളന്മാരെ നോക്കിയും, എന്ന് വെച്ചാൽ മേളിൽ ഇരുന്നാൽ ഈ വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ കാണത്തില്ലേ. അമ്പിളിയമ്മാവനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ തെരുവുകളിലെയും വയലുകളെയും അതുപോലെ തന്നെ കപ്പലിൻ്റെ തറകളെയും, ഇവിടെ ഹാർബർ കോയ്സ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, കപ്പലിൻ്റെ തറയാട്ടോ, അങ്ങനെ പറയുന്നത്. പിന്നെ വൃക്ഷത്തടിതൻ വിടവിലൂടെ, വൃക്ഷമുണ്ടല്ലോ, മരത്തിൻ്റെ നമ്മൾ ഈ എന്താ നിങ്ങളെ ബ്രാഞ്ചില്ലേ, വൃക്ഷത്തടിതൻ വിടവിൽ, അതിൻ്റെ എന്ന് വെച്ചാൽ പക്ഷികൾ കൂട് കൂട്ടുന്ന എപ്പോഴാണ്, അതിൻ്റെ മരത്തിൻ്റെ ചില്ലയില്ല അല്ലേ, അവിടെ ഉറങ്ങുന്ന പക്ഷികളെ നോക്കിയും അവൾ പ്രകാശിക്കുന്നു. ഇതാവും നിങ്ങളെ 4 വരി. ഇവിടേക്കാണ് ഇത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അമ്പിളിമാമന് നമ്മുടെ ഹാളിലെ ഘടികാരത്തിൻ്റെ, അതായത് ക്ലോക്കിൻ്റെ പോലെ ഒരു മുഖമാണെന്നാണ് ഫസ്റ്റ് പറയുന്നത്. ഘടികാരം എന്നാണ് ക്ലോക്ക് അല്ലേ. പൂന്തോട്ടങ്ങളുടെ, അതായത് ഗാർഡൻ്റെ തീവ്സ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, കള്ളന്മാരാട്ടോ. കള്ളന്മാരെ, നമ്മുടെ മതിലുകൾ ചാടി വരുന്ന കള്ളന്മാരെ നോക്കിയും, അതുപോലെ തന്നെ എന്താ സ്ട്രീറ്റിലെയും സ്ട്രീറ്റ് എന്ന് വെച്ചാൽ തെരുവുകൾ അല്ലേ, ഫീൽഡ് എന്ന് വെച്ചാൽ വയലുകൾ, ഓരോന്ന് ഓർത്തോണേ. സ്ട്രീറ്റിലെയും എന്ന് വെച്ചാൽ തെരുവുകളിലെയും വയലുകളുടെയും, ഫീൽഡ് വയലാണ്. ഹാർബർ എന്ന് വെച്ചാൽ ഖൊയ്സ് എന്ന് വെച്ചാൽ കപ്പൽ തറയാണ് കേട്ടോ, നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, ഇപ്പം കേട്ടല്ലോ. ഇനി എന്താണ്, ആൻഡ് ബേർഡ് ഈസ് അസ്ലീപ്പ്, വൃക്ഷത്തടികളിൽ വിടവീളുന്ന പക്ഷികളെ നോക്കിയും എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു നിങ്ങളെ, ഈ നമ്മുടെ മൂണ് പ്രകാശിക്കുന്നു എന്നാണ് പറയുന്നത്. ആ 4 വരി ഓക്കെയാണോ? അടുത്ത നോക്കേ, ദ സ്ക്വാലിംഗ് ക്യാറ്റ് ആൻഡ് ദ സ്ക്വാക്കിംഗ് മൗസ്. ആ 2 വാക്ക് കേട്ടോ, അതിൻ്റെ അർത്ഥം ഞാൻ പറയാം. ദ ഹൗളിംഗ് ഡോഗ്, അതറിയായിരിക്കില്ലേ, പട്ടി മൂങ്ങ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, പട്ടി ചുമ്മായിരുന്നു കുരയ്ക്കുക എന്നൊക്കെ പറയത്തില്ലേ. ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്, ദ ബാറ്റ് ദാറ്റ് ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ, ആൾ ലവ് ടു ബി ഔട്ട് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ. ദ സ്ക്വാലിംഗ്, ഇതിൻ്റെ എല്ലാം അർത്ഥം ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ നിങ്ങളെ. സ്ക്വാലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഈ പൂച്ച ഇരുന്ന് നമ്മളെ ശല്യപ്പെടുത്തി കരയുന്ന പൂച്ച, ചുമ്മാതെ ഈ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ചില പൂച്ചകളുണ്ടല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ സ്ക്വാലിംഗ് മൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മൗസ് എന്ന് വെച്ചാൽ എലി കരയുന്ന ഒരു സൗണ്ട് അല്ലോ, കീ 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 കീന്ന്, അത് തന്നെ. പിന്നെ ദ ഹൗളിംഗ് ഡോഗ്സ്, പട്ടി ഇരുന്ന് മോങ്ങുന്നു. എവിടെ, ബൈ ദി ഡോർ ഓഫ് ദ ഹൗസ്, വീടിൻ്റെ ഡോറിനോട് ചേർന്ന് പട്ടി ഇരുന്ന് മോങ്ങുന്നു അല്ലേ. ദ ബാറ്റ് എന്താ നിങ്ങളെ, വവ്വാല് അല്ലേ. ദാറ്റ് ലൈസ് ഇൻ ദ ബെഡ് അറ്റ് നൂൺ ആണല്ലോ, എന്താ ഉച്ച ഉറങ്ങുന്ന വവ്വാല് എപ്പോഴും രാത്രിയിലാണ് കറങ്ങാൻ ഇറങ്ങുന്നത് അല്ലേ. നമ്മൾ പറയത്തില്ലേ, വവ്വാല് രാത്രി വന്നിട്ട് നമ്മുടെ റംബൂട്ടാൻ മൊത്തം തിന്നു, അല്ലെങ്കിൽ പഴുത്ത പേരയ്ക്കായിരുന്നു അത് കഴിച്ചു എന്നൊക്കെ പറയത്തില്ലേ. ഈ വവ്വാല് രാത്രിയിലാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇവിടെ എന്താ, ശല്യപ്പെടുത്തി കരയുന്ന പൂച്ചയും എപ്പോഴിരുന്ന് ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന എലി മൂഷികനും, വീട്ടുവാതിലിന് അരികിലിരുന്ന് ഓരിയിടുന്ന ഒരു നായയും, ഉച്ചയ്ക്കുറങ്ങുന്ന വവ്വാലും, ഇതൊക്കെ ഓർത്തോണ്ടേ കുഞ്ഞുങ്ങളെ എന്തൊക്കെയാണെന്ന്. എല്ലാവർക്കും ഈ ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ പുറത്തിറങ്ങാൻ സന്തോഷമാണ്. ഇവർക്കെല്ലാം ഈ രാത്രി പട്ടിയും പൂച്ചയും എലിയും ഒക്കെ രാത്രിയിലാണ് കറക്കം അല്ലേ. വവ്വാലും അതുപോലെ രാത്രിയിലാണ്. അപ്പോൾ രാത്രിയിൽ കറങ്ങുന്ന ജീവികൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ എഴുതിക്കൂടായോ. ഇവരെല്ലാം ചന്ദ്രൻ്റെ വെളിച്ചമാവുമ്പോൾ പുറത്തിറങ്ങാൻ സന്തോഷമാണെന്ന്. ഓക്കെയാണോ കുഞ്ഞുങ്ങളെ? ആ 8 വരി, ആദ്യത്തെ 4 വരി അറിയാമല്ലോ. രണ്ടാമത്തെ ഒന്ന് മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബാക്ക് അടിച്ചിട്ട് കേട്ടാൽ മതി കേട്ടോ. അടുത്ത 2ാമത്തെ അതും പഠിച്ചല്ലോ. ഇനി 3ാമത്തത് നോക്കിക്കേ, ബട്ട് ആൾ ഓഫ് ദ തിങ്സ്, കാണാൻ പറ്റുന്നുണ്ടോ, പുസ്തകം ഉണ്ടല്ലോ എല്ലാവരുടെയും. ബട്ട് ആൾ ഓഫ് ദ തിങ്സ് ദാറ്റ് ബിലോങ് ടു ദ ഡേ കഡിൽസ് ടു സ്ലീപ്പ് ടു ബി out of her way and the flowers and the children close their eyes till up in the morning the sun shall arise. എന്ന് വെച്ചാൽ പകലിൽ എന്താ ഇവരെല്ലാവരും, ഡേ എന്ന് വെച്ചാൽ പകലാന്നേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഡേ എന്ന് വെച്ചാൽ പകലാന്ന് ഓർത്തോളേ, അതൊക്കെ അറിയാമല്ലോ. ഡേ പകല്, നൈറ്റ് രാത്രി. എന്നാൽ നോക്കിക്കേ, പകലിൽ എന്താ
സ്വന്തമായവ എല്ലാം അല്ലേ, നമുക്ക് എന്തൊക്കെ സ്വന്തമായിട്ടുണ്ടോ അതെല്ലാം അവളെന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ എന്താ ചന്ദ്രൻ്റെ വഴിമാറി നിദ്രയെ ചേർത്ത് പിടിച്ച് ഉറങ്ങുന്നു എന്നാ. നിദ്ര എന്ന് വെച്ചാൽ രാത്രിയാകുമ്പോൾ നമ്മൾ ഉറങ്ങുന്നു അല്ലേ, അതേ ചേർത്ത്. എന്നാലോ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മൾ ഉറങ്ങും. ആരൊക്കെയാ? പുഷ്പങ്ങളും കുഞ്ഞുങ്ങളും എല്ലാം ആ സമയത്ത് മിഴി അടയ്ക്കുന്നു. ദ ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻസ് ക്ലോസ് ദെയർ ഐസ് till up in the morning the sun shall arise. അല്ലേ, പകലിൽ എല്ലാവരും സ്വന്തമായവയെല്ലാം എന്ത് ചെയ്യുന്നു? രാത്രിയാകുമ്പോൾ ഈ നിദ്ര വന്ന് ഇതിനെല്ലാം വഴിമാറി നിദ്ര ചേർത്ത് പിടിച്ചുറങ്ങുന്നു അല്ലേ. പ്രഭാതത്തിൽ എന്താണ്? സൂര്യൻ വന്ന് ഉദിക്കുകയും പൂക്കളും കുട്ടികളും എല്ലാവരും അന്നേരം മിഴി അടയ്ക്കുന്ന വെച്ചാൽ ഉറങ്ങുകയും ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ കേട്ടോ. ഈ 8 വരി ഓക്കെ ആണല്ലോ. അപ്പം നമുക്കിതിൻ്റെ നോക്കാം. ഈ എഴുതിയ ആളുടെ പേരും പടവും ഒക്കെ ഉണ്ട്. ആരായിരുന്നു? അബൌട്ട് ദ പോയിറ്റിൻ്റെ പേര് എന്താ? റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. വാസ് എ സ്കോട്ടിഷ് നോവലിസ്റ്റാണ്, എസേയിസ്റ്റാണ്, പോയറ്റാണ്, അതുപോലെ തന്നെ ട്രാവൽ റൈറ്ററാണ്. ഈസ് ദ ബെസ്റ്റ് നോൺ ഫോർ വർക്ക് സച്ച് എസ് എ ട്രഷർ ഐലൻഡ്, കിഡ്നാപ്പ്ഡ് ആൻഡ് എ ചൈൽഡ് ഗാർഡൻ ഓഫ് വേർഡ്സ്. ഇതൊക്കെ 9ൻ്റെയും 10ൻ്റെയും ഒക്കെ ഇംഗ്ലീഷ് പുസ്തകത്തിലെ ഓരോ കഥകളാണ് കേട്ടോ. ഈ ട്രഷർ ഐലൻഡ് ഒക്കെ ഞങ്ങളൊക്കെ 10 പഠിക്കുമ്പോഴും ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ, അങ്ങനെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതെല്ലാം എന്താണ്? റോബർട്ട് ലൂയിസ് സ്റ്റീവൻസന്റെ കഥകളാട്ടോ കുഞ്ഞുങ്ങളെ. അപ്പം നമുക്കിനി അപ്പം അതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ അർത്ഥം പറഞ്ഞില്ലായിരുന്നു. ബേർഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ പക്ഷികളെ കേട്ടോ ഉദ്ദേശിക്കുന്നത്. കഡിൽ എന്ന് വെച്ചാൽ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ. ഇവിടെ അതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മലയാളം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ എല്ലാം നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫോർക്ക് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ വൃക്ഷത്തിൻ്റെ നമ്മൾ ഈ കവിട്ട എന്നൊക്കെ പറയത്തില്ല, എന്ന് വെച്ചാൽ മരത്തിൻ്റെ ശിഖരങ്ങൾ പൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ലേ, എന്താ ബ്രാഞ്ചസ് അല്ലേ, അതാ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളാകുന്ന സ്ഥലത്തിനെയാണ് ഫോർക്ക്. പിന്നെ ക്വേ എന്ന് വെച്ചാൽ കപ്പൽത്തറ, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ക്വേ കപ്പൽത്തറ. സ്ക്വാൾ എന്ന് വെച്ചാൽ എന്താണ്? ശിൽക്കാര ശബ്ദത്തോടെ കര, ഒരുമാതിരി നമ്മളെ ഇറിറ്റേറ്റ് ചെയ്ത് കരയത്തില്ലേ, അതാണ് സ്ക്വൽ. സ്ക്യൂക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എലി കരയുന്ന കീ 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 എന്നുള്ള സൗണ്ട് അല്ല, അതിനാണ് സ്ക്വീക്ക്. അങ്ങ് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ, അറിയത്തില്ലെങ്കിൽ. അതായത് ഇവിടെ അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥമാണ് കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും അറിയാം, ചിലവർക്കൊക്കെ അറിയാം, ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തിയല്ല, അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ചിലവർക്ക് ചില വാക്കുകൾ അറിയത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ മലയാളത്തിൽ എഴുതുന്നത് കേട്ടോ. അടുത്ത് നോക്കുന്നില്ല, നമ്മുടെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും ചോദിക്കുന്നില്ല, പക്ഷേ നമ്മൾ ഈ പാഠത്തിനകത്തിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് നോക്കാം. ഹാവ് യു ഇവർ വോക്ക്ഡ് ഇൻ ദ മൂൺ ലൈറ്റ്? വാട്ട് ഡു യു ഫീൽ വെൻ യു സീൻ ദ മൂൺ ഇൻ ദ സ്കൈ? നമ്മുടെ ഒന്നാമത്തെ ചോദ്യം കണ്ടോ? എന്താ? അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും നിലാവിൻ്റെ വെട്ടത്തിൽ നടന്നിട്ടുണ്ടോ? നമ്മുടെ ചോദ്യം എന്താ നിങ്ങളെ? നിങ്ങൾ എപ്പോഴെങ്കിലും നിലാവിൻ്റെ വെട്ടത്തിൽ നടന്നിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഉണ്ട്, നമ്മൾ മനുഷ്യരല്ലേ, നമ്മളൊക്കെ രാത്രിയും പകലും ഒന്നും ഇറങ്ങിയിടക്കാതെ ഉണ്ട്. ഐ ഹാവ് ഉണ്ട്. വെൻ വി സീ ഹെർ വി ഫീൽ ദാറ്റ് യെസ് അല്ലേ, എന്താ ഷീ ആൾസോ വോക്ക് വിത്ത് അസ് ആൻഡ് ലുക്ക് അറ്റ് അസ്. നമ്മൾ രാത്രി പോകുമ്പോഴേ അതെ, എന്താ ആൻസർ എങ്ങനെയാണ് നിങ്ങൾ പറയാം? അതെ, യെസ് ഐ ഹാവ്, എനിക്കും ഉണ്ട്. എന്താ, ഞാൻ രാത്രി നിലാവിൻ്റെ വെട്ടത്തിലൊക്കെ നടന്നിട്ടുണ്ട്. അവളെ കാണുമ്പോൾ നമുക്ക് തോന്നും എന്താ, അവൾ നമ്മളെ നോക്കി, നമ്മളിപ്പോൾ നടന്നു പോകുമ്പോഴേ നമ്മൾ എന്താ വിചാരിക്കുന്നത്? നമ്മുടെ കൂടെ അത് നടന്നു വരുവാന്ന് വിചാരിക്കും അല്ലേ. അത് തന്നെ സംഭവം കേട്ടോ. നമ്മളെ നോക്കി നമ്മുടെ കൂടെ അത് നടന്നു വരികയാണെന്ന് നമുക്ക് തോന്നുമെന്ന് അല്ലേ കുഞ്ഞുങ്ങളെ? അല്ലേ, എല്ലാവർക്കും അങ്ങനെയല്ലേ? നമ്മളിപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഏത് വശത്താണോ ഇരിക്കുന്നത് അവിടെ നമ്മൾ കാണുമെങ്കിൽ നമ്മളത് എവിടൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ നമ്മുടെ കൂടി ഇങ്ങനെ കറങ്ങി കറങ്ങി വരുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലേ. ഓക്കെ ആണോ? അടുത്ത 2, വാട്ട് ഈസ് ദ മൂൺസ് ഫേസ് കമ്പയർഡ് ടു? ചന്ദ്രന്റെ മുഖം എന്തിനോടാണ് നമുക്ക് ഈ ടെസ്റ്റിൽ താരതമ്യം ചെയ്തിരിക്കുന്നത്? നമ്മുടെ എന്താ, ദ മൂൺസ് ഫേസ് കമ്പയർഡ് ടു ദ ക്ലോക്ക് ഇൻ ദ ഹാള് അല്ലേ, ടു ദ ക്ലോക്ക് ഇൻ ദി ഹാള് അല്ലേ, അത് മതി. ക്ലോക്ക് ഇൻ ഹാള്, പേനായിട്ട് വെടിഞ്ഞിരുന്നോ കേട്ടോ. നമ്മുടെ എന്താ ടെസ്റ്റ് കിടപ്പുണ്ടല്ലേ, നമ്മുടെ ഹാളിലെ ക്ലോക്കിൻ്റെ കൂട്ടാണെന്ന് കേട്ടോ. അടുത്ത 3, വേർ അക്കോർഡിംഗ് ടു ദ പോയറ്റ് ഡു ബേർഡ്സ് സ്ലീപ്പ് അറ്റ് നൈറ്റ്? കവിയുടെ അഭിപ്രായത്തിൽ എവിടെയാണ് പക്ഷികൾ രാത്രിയിൽ ഉറങ്ങുന്നത്? ദ സ്ലീപ്പ് ഇൻ ദ ഫോർക്ക് ഓഫ് ട്രീ അല്ലേ, മരത്തിൻ്റെ ചില്ലയിൽ ശിഖരങ്ങളിലാണത് അല്ലേ. ഫോർക്ക് ഓഫ് ട്രീ ആണ്, ഫോർക്കാണേ, മറക്കല്ലേ. അടുത്ത, വേർ ഡസ് ദ മൂൺ ഷൈൻ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബീം? എവിടെയൊക്കെയാണ് ചന്ദ്രൻ തിളങ്ങുകയും രശ്മികൾ പതിപ്പിക്കുകയും ചെയ്യുന്നത്? ഷീ ഷൈൻസ് ഓൺ ദ തീവ്സ് ഓൺ ദ ഗാർഡൻ വാള്. നമ്മൾ മുമ്പ് പറഞ്ഞില്ലായിരുന്നു എവിടേക്കാ കള്ളന്മാർ വരുന്നത് നോക്കി നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ മതിൽ ചാടി വരുന്നുണ്ടോ നോക്കുക. സ്ട്രീറ്റ് തെരുവുകളിൽ നോക്കുന്നു, ഫീൽഡ് വയലുകളിൽ നോക്കുന്നു. ഹാർബർ ഗൈസ് എന്താ കുഞ്ഞുങ്ങളെ,
ഹാർബർ ഗേസ് എന്ന് വെച്ചാൽ എന്താ കപ്പലിൻ്റെ തറ അല്ലേ, അതുപോലെ അതിൽ നോക്കുന്നു. ആൾസോ ബേർഡ്സ് സ്ലീപ്പ് ഇൻ ദ ഫോർ കോട്രി, പക്ഷികൾ മരത്തിൻ്റെ ചില്ലയിൽ ഉറങ്ങുന്നതും എല്ലാം ആര് നോക്കിക്കൊണ്ടിരിക്കുകയാണ്? നമ്മുടെ ചന്ദ്രൻ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഏതാ പഠിക്കുക, ചന്ദ്രനാണോ? അല്ല കേട്ടോ, നമ്മുടെ അമ്പിളിയമ്മാവനാണേ. വൈ കുഡ് ദ ഡോഗ് ബി ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്, നായ വീടിൻ്റെ വാതിലിൽ ഇരുന്ന് ഇങ്ങനെ കരയുന്നത് എന്തുകൊണ്ടാണ്? ദ കൺവേ മെസ്സേജ് ടു അതർ ഡോഗ് ഈവൻ എന്താ മൈൽസ് എവേ, എത്ര ദൂരത്തും അതിൻ്റെ കൂടെയുള്ള ജീവികൾ ഉണ്ടെങ്കിൽ അത് മെസ്സേജ് കൊടുക്കുന്നതാണെന്നാണ് പറയുന്നത് കേട്ടോ. അത് അവർ തങ്ങളിലൊരു മെസ്സേജ് കൊടുക്കുന്ന, ടു കൺവേ ദ മെസ്സേജ് ടു അതർ ഡോഗ് അല്ലേ. വിച്ച് ആർ ദ ക്രിയേച്ചർ ദാറ്റ് ലൈക്ക് ടു സ്പെൻഡ് ടൈം ഇൻ ദ മൂൺ നൈറ്റ്, നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ, നിലാവത്തിരിക്കാൻ ഇഷ്ടമുള്ള ജീവികൾ ആരൊക്കെയാണ്? ക്യാറ്റ്, ദ മൗസ്, ദ ഡോഗ്, ദ ബാറ്റ് ലൈക്ക് ടു സ്പെൻഡ് ടൈം ഇൻ ദ മൂൺ ലൈറ്റ്. ഏതൊക്കെ ജീവികളാണ് രാത്രിയിൽ കാണുന്നത് വെച്ചാൽ അല്ലേ. ഹൗ ലോങ് ടു ദ ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻസ് സ്ലീപ്പ് ആൻഡ് ടേക്ക് റെസ്റ്റ്. ഇവിടെ നമ്മുടെ ഫ്ലവേഴ്സും ചിൽഡ്രൻസും എത്ര നേരം വിശ്രമിക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്? സൂര്യൻ ഉദിക്കുന്നിടം വരെ നമ്മൾ അല്ലേ. ദ സ്ലീപ്പ് ടിൽ ദ സൺറൈസ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇത്രയേ ഉള്ളൂ നിങ്ങൾ കേട്ടോ. ഇംഗ്ലീഷ് മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് കമൻറ്റ് ബോക്സിൽ പറ. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഇടാം. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുമില്ല, ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോ, ഞാൻ ഈ ഇംഗ്ലീഷ് ഒഴിവാക്കി തരാം. കുറേ കമൻറ്റ് ബോക്സിൽ ഇത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കുഞ്ഞുങ്ങളെ ഞാൻ ഈ ക്ലാസ് ഇട്ടത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറഞ്ഞു കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് നമ്മൾ അടുത്ത ചാപ്റ്റർ ഇടാം കേട്ടോ. ഓക്കെ ആണേ, താങ്ക് യു.